മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നവഗ്രഹങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും വളരെയധികം പ്രഭാവം ചെലുത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഗ്രഹങ്ങളുടെ സ്വഭാവം, രാശിമാറ്റം, സഞ്ചാരമാറ്റം എന്നിവയനുസരിച്ചും ജനന സമയത്തെ ഗ്രഹനില, മഹാദശ, അന്തർദശ എന്നിവ അനുസരിച്ചുമായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത്. ചില ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിന്നാലും ശുഭഫലങ്ങൾ നൽകുന്നതല്ല. കാരണം ആ ഗ്രഹം ചിലപ്പോൾ വക്രഗതിയിലോ മൗഢ്യാവസ്ഥയിലോ ആയിരിക്കും ആ സമയത്ത്. ഈ വീഡിയോയിൽ കുംഭം രാശിയിൽ ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ നിങ്ങളിൽ ചെലുത്തുന്ന ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ശനി ഇപ്പോൾ തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത്. ശനി ഫെബ്രുവരി 11 മൗഢ്യാവസ്ഥയിൽ ആകുന്നതും മാർച്ച് 16 മൗഢ്യതയിൽ നിന്ന് നോർമലാകുന്നതുമായിരിക്കും. അങ്ങനെ ഏകദേശം 35 ദിവസത്തോളം ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും സഞ്ചരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും മൗഢ്യാവസ്ഥയിലാകുന്നതാണ്. മൗഢ്യാവസ്ഥയ്ക്ക് ഗ്രഹം അസ്തമിക്കുക എന്നും മൗഢ്യാവസ്ഥ മാറുന്നതിനെ ഉദിക്കുക എന്നും പറയാറുണ്ട്. ഒരു ഗ്രഹം ചാരവശാൽ സൂര്യനുമായി ഒരു നിശ്ചിത ദൂരത്തെത്തുമ്പോൾ സൂര്യൻ്റെ പ്രഭ കാരണം അതിന് മങ്ങൽ സംഭവിക്കും. പിന്നീട് നിശ്ചിത ദൂരം കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം കുറയുന്നതും ആ ഗ്രഹം ഉദിച്ചും എന്ന് നമ്മൾ പറയുന്നതുമായിരിക്കും. പല ഗ്രഹങ്ങൾക്കും പല ദൂരമാണ് മൗഢ്യാവസ്ഥയിൽ ആകുവാൻ. ചന്ദ്രൻ 12 ഡിഗ്രിയും ചൊവ്വ 17 ഡിഗ്രിയും ബുധൻ 14 ഡിഗ്രിയും ഗുരു 11 ഡിഗ്രിയും ശുക്രൻ 10 ഡിഗ്രിയും ശനി 15 ഡിഗ്രിയും ദൂരത്തിനുള്ളിൽ സൂര്യനുമൊത്ത് നിൽക്കുമ്പോഴാണ് മൗഢ്യതയിൽ ആകുന്നത്. ഈ ദൂരം ഇതിൽ കൂടുമ്പോൾ ആ ഗ്രഹം ഉദയാവസ്ഥയിലാകുന്നതുമായിരിക്കും. ശനി ഈ സമയത്ത് കുംഭം രാശിയിലാണല്ലോ നിൽക്കുന്നത്. സൂര്യനുമായുള്ള ദൂരം ഫെബ്രുവരി 11 15 ഡിഗ്രിയിൽ കുറയുന്നതായിരിക്കും. അതുപോലെ മാർച്ച് 16 സൂര്യൻ്റെ ദൂരം ശനിയിൽ നിന്നും 15 ഡിഗ്രിയിൽ കൂടുന്നതുമായിരിക്കും. അതിനാൽ ഏകദേശം 35 ദിവസം ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. ശനി മൗഢ്യാവസ്ഥയിലുള്ള സമയത്തുള്ള പ്രഭാവങ്ങൾ എല്ലാ രാശിക്കാരിലും അനുഭവപ്പെടുന്നതായിരിക്കും. അത് ചിലർക്ക് ശുഭമാണെങ്കിൽ മറ്റു ചിലർക്ക് അശുഭവുമായിരിക്കും. ഉദാഹരണത്തിന് കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം വൃശ്ചികം രാശിക്കാർ, അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കടകം രാശിക്കാർ, 7 ശനിയുടെ പ്രഭാവത്തിലുള്ള മകരം, കുംഭം, മീനം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതിനോടൊപ്പം അശുഭ പ്രഭാവങ്ങളിലും കുറവ് വരുന്നതായിരിക്കും. ഇവിടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, മഹാദശ, അന്തർദശ എന്നിവയനുസരിച്ച് പ്രഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയുണ്ട്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള ഫലങ്ങളാണ്. മകരം രാശിക്കാരുടെ 1ഉം 2ഉം ഭാവങ്ങളുടെ അധിപനാണ് ശനി. നിൽക്കുന്നത് 2ാം ഭാവമായ കുംഭത്തിലാണ്. കുംഭം രാശി ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ്. ഇപ്പോൾ നിങ്ങൾ 7 ശനിയുടെ 3ാം ചരണത്തിലാണ്. മൂലത്രികോണസ്ഥാനത്ത് ശനി സാധാരണ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. നിങ്ങളുടെ 1ാം ഭാവത്തിൽ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയും നിൽക്കുന്നുണ്ട്. മകരം രാശി ചൊവ്വയുടെ ഉച്ചസ്ഥാനമാണ്. 2ാം ഭാവം ധനസ്ഥാനമാണ്. 2ാം ഭാവം കുടുംബം, വാണി, ഭക്ഷണശൈലി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
ശനി 2-ാം ഭാവത്തിൽ നിന്നപ്പോൾ നിങ്ങളിൽ ചിലർക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും. അതുപോലെ വാണിയിലൊരു കർക്കശത വന്നത് കാരണം ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും മറ്റും ചിലപ്പോൾ വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ മറ്റും ഉണ്ടാകാൻ ഇടയായി കാണും. ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനത്തും നിൽക്കുമ്പോൾ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ്. പക്ഷേ 7.5 ശനി കാരണം ശനിയുടെ പൂർണ്ണ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ ശനി അസ്തമിച്ചിരിക്കുന്ന ഈ സമയത്ത് 2-ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികളിൽ മാറ്റം വരും. കുടുംബത്ത് ശാന്തിയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. ഇവിടെ സൂര്യൻ നിൽക്കുന്നതും ശുഭഫലങ്ങൾ നൽകാൻ ഇടയാക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം. സാധാരണ ശനി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ വർധനവുണ്ടാക്കും. പക്ഷേ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത്. ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിലാണ്. ഇതുവരെ ശനിയുടെ ദൃഷ്ടി കാരണം 4-ാം ഭാവത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട്. ശനി അസ്തമിച്ചിരിക്കുന്ന ഈ സമയത്ത് പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. പ്രോപ്പർട്ടി, ഭവനം, വാഹനം, ഭൂമി എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും. വളരെ കാലമായി വിൽക്കാൻ ശ്രമിച്ചിട്ടും അതിൽ തടസ്സങ്ങൾ വരുന്നതിനാൽ വിൽക്കാൻ സാധിക്കാതെ വന്നതുമായ പ്രോപ്പർട്ടി ഈ സമയത്ത് കച്ചവടം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഇതിൽ പ്രതീക്ഷിച്ചതിലും അല്പം കുറച്ചായിരിക്കും വില കിട്ടുന്നത്. രാഷ്ട്രീയത്തിലുള്ളവർക്കിത് അനുകൂല സമയമായിരിക്കും. നിങ്ങളുടെ പോപ്പുലാരിറ്റി വർദ്ധിക്കുവാനും പൊതുജനപ്രീതി കൂടുതൽ ലഭിക്കുവാനും യോഗമുണ്ടാകും. ശനിയുടെ 7-ാം ദൃഷ്ടി 8-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെയും സൂര്യൻ്റെയും ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ യോഗമുണ്ടാകും. ആരോഗ്യസ്ഥിതി നല്ലതാകുന്നതായിരിക്കും. ശനിയുടെ 10-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ വരവിൻ്റെ സ്ഥാനമായ 11-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് നിങ്ങളുടെ ലാഭസ്ഥിതികൾ വളരെ നല്ലതാകുന്നതായിരിക്കും. ലാഭസ്ഥാനാധിപൻ ചൊവ്വയും ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ സമയത്ത് മൂത്ത സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കും. 11-ാം ഭാവം ഇച്ഛാപൂർത്തിയുടെയും സ്ഥാനമാണ്. വളരെ കാലമായി ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും. ഇവിടെ രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഇതാണ് ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.